ഹലോ ഗൈസ്, നമ്മളിത് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് ഉണ്ടാക്കാൻ പോകണമെന്ന് മാങ്ങ ഉപ്പും മുളകിട്ട് ഉപ്പും മുളകിന് പകരം വേറെ ഒരു ഇതാക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3 മാങ്ങ എടുത്ത് അത് അരിഞ്ഞ് ഇതാക്കിയിട്ടോ, അരിഞ്ഞ് നന്നായിട്ട് അരിയാം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അത് അരിയാം ആദ്യം. ഈ സൈഡിലെ നല്ല ഭാഗങ്ങളൊക്കെ തൊലിയില്ലാത്ത ഭാഗങ്ങൾ വേണ്ട, തൊലിയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് തെറ്റിട്ട് ഇത്തിരി ലേറ്റ് ആവുന്നുണ്ടല്ലേ. ഇപ്പോൾ കുഴപ്പമില്ല, ഫുള്ള് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് അത് എഡിറ്റ് അത് കട്ട് ചെയ്ത് കളയാത്ത. അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേനെ. അടുത്ത വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, കട്ട് ചെയ്ത് കളയണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പുറത്ത് തന്നെ സിങ്കായോട് നമുക്ക് പെട്ടെന്ന് കൈ കഴുകാൻ പറ്റും കേട്ടോ. 3 മാങ്ങ അരിയാണ് നമുക്ക്. അത് ആദ്യം 2 സൈഡ് ഇതാക്കിയിട്ട് 4 സൈഡ് നമുക്ക് ഇതാക്കി അതിൻ്റെ ഇത് എടുക്കണം. പിന്നെ തൊലിയില്ലാത്ത ഭാഗങ്ങൾ വേണ്ട, തൊലിയുള്ള ഭാഗങ്ങളാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തൊലിയില്ലാത്ത ഭാഗങ്ങൾ കളയാം, അണ്ടി ഉൾപ്പെടെ കളയാം. പിന്നെ അങ്ങനെ 3 മാങ്ങ ചെയ്യാം. അപ്പം നമ്മുടെ ഏകദേശം അരിഞ്ഞ് കഴിയാറായി. അവിടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇത് ഒത്തിരി മൂർച്ചയില്ലാത്ത കട്ടി, അതുകൊണ്ടാണ് പെട്ടെന്ന് അരിയാൻ പറ്റാത്ത. അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ അരിയാൻ കേട്ടോ. കുറച്ച് പറ്റണ പോലെ നമ്മൾ സ്പീഡിൽ അരിയുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യുക? എൻ്റെ ജില്ല ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. എൻ്റെ സംസാരം കേട്ടിട്ട് ഏത് ജില്ലയാണെന്ന് കമൻറ്റ് ചെയ്യും. ടി വെച്ചിട്ട് ആദ്യത്തെ അക്ഷരം. അപ്പോൾ നമ്മുടെ ഏകദേശം അരിഞ്ഞ് കഴിയാറായിട്ട് ഒരു സ്പൂണിന് നമുക്ക് അതിൻ്റെ ഇതുണ്ടാക്കാം. അതിലും കുറച്ച് ഉപ്പ് അതിലേക്ക് ഒഴിക്കാനുള്ള ഒരു പേസ്റ്റ് പോലത്തെ ഒരു പരിവം. കുറച്ച് ഉപ്പ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി എടുത്തിട്ട് ഒരു സ്പൂണ് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനിടുക. 1 സ്പൂണ് 2 സ്പൂണ് അങ്ങനെ ഇടുക. അതിനനുസരിച്ച് വേണം ഉപ്പിടാൻ കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞ് നമുക്ക് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഇടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടണ്ട, നമുക്ക് എടുത്തിട്ട് ഇടാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടി നമ്മൾ തോടുവിൻ്റെ കുരുമുളക് പൊടിയാണ്. ഇതിന് പ്രമോഷൻ വീഡിയോ എന്ന് വിചാരിക്കണം, ഞാൻ പറഞ്ഞതുള്ളൂ. നല്ല പ്രൊഡക്ട്സാണ് തോടുവിൻ്റെ. അപ്പോൾ അത് കുറച്ച് ഇടുക. നമ്മൾ എനിക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ ഒരു എരിവിൻ്റെ അത്ര ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറച്ചുകൂടി എണ്ണ വേണ്ട വന്നു കേട്ടോ. ആദ്യം ഒഴിച്ചത് തികഞ്ഞില്ല, അപ്പോൾ ഒന്നും കൂടി ഒഴിക്കേണ്ട വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മളത് മിക്സ് ആക്കുക. ഈ ഒരു പരിപാടി, ഈ ഒരു മാവ് നമ്മുടെ ദോശമാവ് പോലെ, ഇഡ്ലി മാവ് പോലെ ആ ഒരു പരിപാടി. എന്നിട്ട് നമ്മൾ മാങ്ങ അവിടെ അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ട് അത് നമുക്ക് എടുക്കാം. പാത്രം എടുത്ത് നമ്മൾ അതിലേക്ക് ആ ഇത് മൊത്തം തട്ടിയിട്ടു. ഇനി അത് പേസ്റ്റും കുറച്ചുകൂടി മാങ്ങ ഈ പാത്രത്തിലിട്ട് ഇളക്കി എടുക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. പിന്നെ ടേസ്റ്റും കൂടിയും പരിപാടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ആക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് മിക്സ് ആക്കിയിടുക അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. കൈ കൊണ്ട് മിക്സ് ആക്കുക. തെറിച്ചു വേണ്ട മിക്സ് ആക്കുക, എന്നെ പോലെ തെറിച്ചു വേണ്ട മിക്സ് ആക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈമ തെറിച്ചു പോകും. നന്നായിട്ട് മിക്സ് ആക്കി കൈ കഴുകിയിട്ട് നോക്കാം. ഒരു പീസ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പീസ് എടുത്തിട്ട് അങ്ങനെ വായിൽ വയ്ക്കുക. എൻ്റെ മോനെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ. അയ്യോ, പിന്നെ ആവശ്യത്തിന് എരിവ് കേട്ടോ. ഞാൻ എത്ര ഇട്ടോണ്ടാണെന്ന് അറിയില്ല, നല്ല എരിവുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ വായൊക്കെ പൊള്ളിയ പോലെ തോന്നി കേട്ടോ.